ഹലോ, അസ്സാം വലൈക്കും. അങ്ങനെ നോമ്പ് കഴിയാറായി. ഇനി മറ്റന്നാൾ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിനേക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കുക്കിംഗ് ടൈമൊന്നുമില്ല. അപ്പം ഇത് കഴിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റസ്മലായി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, മറ്റേ അലിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മുടെ നാടൻ ബ്രെഡ് പുഡിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അതുക്കും മേലെയാണ് ഈ ഒരു ഡെസേർട്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ്, 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഞാനിതിപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്താൽ മതിയാകും. അത് മെൽറ്റ് ചെയ്യേണ്ടയില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ച് കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കിട്ടും. അപ്പം അതൊന്ന് ഇത് രണ്ടും കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് നല്ലവണ്ണം മിക്സായി കഴിയുമ്പം ഇതിലേക്കൊരു 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് പാലും ഒരു 4-5 ടേബിൾ സ്പൂൺ മധുരത്തിന് ആവശ്യം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒരു വിസ്ക് കൊണ്ടോ മറ്റോ ഒന്നും നല്ലവണ്ണം മിക്സ് ചെയ്യുക. പഞ്ചസാര അലിയണം, പാൽപ്പൊടിയുടെ കട്ടകളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ, ബദാം, പിസ്ത ഉണ്ട്. അപ്പം അതിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് പാലെടുക്കാം. അതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് പഞ്ചസാര ഇതേപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അലിയിപ്പിച്ചെടുക്കാം. ഇനി വേണ്ടുന്നത് കുറച്ച് ബ്രെഡ് പീസാണ്. അതിന് ഞാനൊരു 4-5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ ഒരു ടോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മോൾഡ് കട്ടറോ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പീസുകൾ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര, പാലും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഞാൻ എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ മുക്കിയെടുത്തിട്ടുണ്ട്. മുക്കിയെടുത്ത് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ മിക്സ് ഉണ്ട്. ആ ബട്ടറിൻ്റെ മിക്സ് ഒരു സ്പൂണ് കൊണ്ട് കുറച്ച് ഇതിൻ്റെ ഒരു സെൻറ്ററിൽ നല്ലവണ്ണം ഒന്ന് തേച്ചതിന് ശേഷം വേറൊരു പീസ് വെച്ച് ഇതിനെ ഒന്ന് അടച്ച് സൈഡൊക്കെ ഒന്ന് നല്ലവണ്ണം ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഏതാ ബൗളെന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഇപ്പം ഞാൻ എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ ബട്ടറിൻ്റെ മിക്സ് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാലിൻ്റെ മിക്സ് കൂടെയുണ്ട്. പാലും പാൽപ്പൊടിയും പഞ്ചസാരയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മേലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്നുകിൽ ഈ പാൽ ആദ്യം തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പ് ഇതിൻ്റെ മേലയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ മുമ്പേ ഒഴിച്ചു വെച്ചാലും കുഴപ്പമില്ല. അതിലും കൂടുതൽ സമയം വെക്കരുത്. അന്നേരം ഈ ബ്രെഡിലേക്ക് ഈ പാല് മൊത്തം അബ്സോർവ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ലിക്വിഡ് കിട്ടില്ല. അപ്പം പാല് നല്ലവണ്ണം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പേ ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നമുക്ക് നല്ല ഒരു അതിൻ്റെ ആ ഒരു ലിക്വിഡ് കിട്ടും.
അപ്പോൾ ഇത് നല്ലവണ്ണം ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിൻ്റെ മേലയിലിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഡെസേർട്ട് തന്നെയാണ്. എന്നും ഉണ്ടാക്കുന്ന ഡെസേർട്ടിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്നുള്ള ബട്ടണും ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അത് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.